യെസ് ഗൈസ്, മോന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അടിപൊളി സ്ഥലം കാണാനായിട്ട് പോണത്. പെരുന്നാൾക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് ഔട്ടിങ്ങൊന്നും പോയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തിന്റെ റിവ്യൂ ഞാൻ കണ്ടത് കേട്ടോ. അടിപൊളിയായിട്ട് തോന്നി. അപ്പൊ തന്നെ നമ്മൾ വണ്ടി എടുത്ത് പോയിണ്ടായിരുന്നേ. കാട്ടുകൂടൊക്കെ പോണേ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുമ്പോ പേടിപ്പിച്ചേ, നിന്നെ പേടിപ്പിച്ചേ. ശരിക്കും കൊല്ലം കൊണ്ടു നിങ്ങൾ ശരിക്കും കൊല്ലം കൊണ്ടുപോവാ. എന്നെ കൊന്നിട്ട് ഇങ്ങക്ക് എന്ത് കിട്ടാനാ പറ്റിച്ചാണേ. കണ്ട എന്റെ കുട്ടിക്ക് എന്നോട് സ്നേഹം. ഞാനോ എന്തിന് എന്നെ വിട്ടിട്ട് പോയി. ഗൂഗിൾ മാപ്പിൽ കാണിച്ച വഴിയിലൂടെ എന്നല്ല, ഏതൊക്കെ കാട്ടുകൂടും പൊന്തക്കൂടെ കേട്ടോ പോയത്. അവസാനം നമ്മൾ എത്തി. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ പരപ്പനങ്ങാടി പാലത്തിങ്ങൾ കഴിഞ്ഞിട്ടുള്ള ൂക്കെട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന്റെ വീഡിയോ കാണിച്ചെടുത്ത് നമുക്ക് ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് പറയാം, ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിലിടാൻ പോണ സ്ഥലമാണ്. ഇപ്പൊ ഞാനാരായി നമ്മളെ വീടിന്റെ അടുത്ത് ഇത്രയും അടുത്ത് ഇത്ര നല്ല അടിപൊളി വൈബുള്ള സ്ഥലമായിട്ട് ഇതുവരെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടില്ല. നമ്മളിപ്പോ വേറെ ഏതോ റീൽസ് കണ്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് പോയി കാണാൻ. റീൽസിന് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സൈഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കണ്ടിട്ട് ഇഷ്ടമായിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല അടിപൊളി വ്യൂ, ഭയങ്കര വലിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ചില്ല് ചെയ്യാനും വൈബ് എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ചയും കൂടിയാണ് ഞങ്ങൾ പോയത്. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ലീവ്, സ്കൂൾ തുറക്കണേന്റെ തലേന്നൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളും പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ അടുത്ത് പോയി എടുക്കുന്നതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. കാരണം കുട്ടികളും ഉമ്മമാരും എല്ലാവരും ഒരുപോലെ വെള്ളത്തിൽ നനഞ്ഞൊട്ടി നിൽക്കുന്നത് കണ്ട് വല്ലാണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ നോക്കിയാലും എവിടുന്ന് നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടമുള്ള മക്കളായിട്ടും വലിയവരായിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അധികം ആഴമൊന്നുമില്ല. ചുറ്റുപാട് നോക്കിയാലും വെള്ളക്കെട്ടുകള്, ചെറിയ ചെറിയ മരങ്ങള്, ചെറിയ ചെറിയ പാറക്കെട്ടുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ തിരൂര് നൂറിലേക്ക് ഉണ്ടല്ലോ, അവിടേക്കൊക്കെ ചെന്ന ഒരു ആംബിയൻസ്, ആ മരങ്ങളും ഇതൊക്കെ മുളങ്കാടുകളൊക്കെ ആയിട്ട് അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ദ്വീപ് പോലെ തോന്നും. കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമ്മൾ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഫീല് കിട്ടും കേട്ടോ. എന്നെ പോലെ തന്നെ മരംകയറി വൈബുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടത്. നമുക്ക് സാന്യം ചെരിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് അവിടെ. മരത്തുമ്മ കയറിയിട്ടൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല രസമുള്ള സ്ഥലമുണ്ട്. ഞാനവിടെ 2-3 മരത്തുമ്മലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പിന്നെ ചെറുപ്പത്തിലേ അങ്ങനെയാണ്, മരം കണ്ട ഞാൻ അപ്പൊക്കെ. ഇവിടെ വന്നിട്ടുണ്ടല്ലോ 360 ഡിഗ്രി നമ്മൾ എങ്ങിട്ട് നോക്കിയാലും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അത് കണ്ടോ, ഒരു നടുവിൽ കുറച്ച് മൺതിട്ടൊക്കെ പൊന്തിയിട്ട് അവിടെ മരങ്ങളൊക്കെ ആയിട്ട് ശരിക്കും വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന് പെട്ട പോലെയാണ് കേട്ടോ. നല്ല ഫോട്ടോ സ്പേസ് ഒക്കെ ആണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്പേസ് ആണ്. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഈ ഫോട്ടോഷൂട്ട് കാര്യങ്ങള്, ബർത്ത്ഡേ ഷൂട്ട്, അങ്ങനത്തെ ഒക്കെ സേവ് ദ ഡേറ്റിന്റെ ഷൂട്ട് അങ്ങനത്തെ ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളെ രണ്ടുപേരെ ഫാമിലി. എന്റെ ഹസ്ബൻഡ് മോനും അവളെ ഹസ്ബൻഡ് മോനും. നേരത്തെ ഞങ്ങൾ കാണിച്ചു തന്നില്ല, എന്റെ ഫ്രണ്ടാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അധികം നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മക്കൾ 4 ഭാഗത്തേക്ക് ഓടായിരുന്നു. കാരണം അവർക്ക് വെള്ളവും കാടും മരങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര വൈബായിട്ട് തോന്നി. കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു നടക്കാൻ. കാടെന്ന് പറയാൻ മാത്രമില്ല, എന്നാ കാടാണെന്ന് വെച്ചാൽ കാട് പോലൊരു വൈബ്. ഇതതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രൗണ്ട് പോലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ടൊക്കെ നല്ല ഫോട്ടോ എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോസിനൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം തിങ്കളാഴ്ച സ്കൂൾ ഓർക്കും, പെരുന്നാൾ ലീവാണ്. അപ്പം മക്കളൊക്കെ കൂട്ടിയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ചെമ്മാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ശരിക്കും ഒരു 10-15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ. പരപ്പനങ്ങാടി പാലത്തിങ്കിൽ നിന്ന് വന്നിട്ട് ഇടത്തോട്ട് തിരിയാന്ന് അങ്ങനെ എന്താണ് എനിക്ക് പറഞ്ഞു തന്നത്. കാരണം കറക്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ ലൊക്കേഷൻ ഇതിൽ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും വന്ന് നോക്കിയിട്ട് എന്തായാലും വന്ന സമയം നിങ്ങൾക്ക് എന്തായാലും വേസ്റ്റ് ആവില്ല. ഇവിടെ വന്നിട്ട് ഇവിടേക്കാണ് നമ്മൾ വന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. ഇവൻ ആ മരത്തുനിന്ന് വീണത് നോക്കിയിട്ട് കുറെ നിന്ന് വീഡിയോ വൈറലാവുമല്ലോ, പക്ഷെ അവൻ വീണില്ല. ഇത്രയും അധികം ആൾക്കാർ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അവിടെയുള്ള ആളോട് ഇവിടെ എന്നും ഇങ്ങനെ ഉണ്ടാവലുണ്ടോന്ന്. അപ്പോൾ അവർ ചോദിച്ചു ഇതിപ്പോൾ പെരുന്നാളും ലീവൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ. ഇത്രയും ആളില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ ഇതിൻ്റെ ഒരു പകുതി ആൾക്കാരെങ്കിലും ഉണ്ടാവലുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ
കുറച്ച് കഴിഞ്ഞ് നമ്മൾ വന്ന സമയത്തേക്കാളും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാട്ടോ. പിന്നെ അവിടെ ഒരു തിരക്കുള്ള മതി തോന്നി. പിന്നെ നമ്മൾ അതിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് അതിന്റെ പാലം കടന്ന് ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വേറൊരു സ്ഥലം ചെറിയൊരു അണക്കെട്ടൊക്കെ പോലെ ആൾക്കാർ ചൂണ്ടിടാനും വല വീശാനൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊരു പുൽത്തകിരിക്ക് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവർക്ക് ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളെ സമയം അവിടേക്ക് വരുമ്പോൾ പെട്രോൾ അടിച്ച പെട്രോളിന്റെ ക്യാഷ് ഒന്നും എന്തായാലും വേസ്റ്റ് അല്ല, എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തിരക്ക് കാരണം പിന്നെ നമുക്ക് വേറെ 1-2 സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞൊരു സമയത്ത് പോയിട്ട് എന്തായിട്ട് അവിടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അനിയത്തിമാരൊക്കെ കൂട്ടിയിട്ട് എന്തായാലും ഒന്ന് പോകണമെന്ന് തീരുമാനിച്ചതിന് ശേഷം നമ്മളവിടെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്.